ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ മാത്സിലെ 5ാമത്തെ ചാപ്റ്റർ ഡെസിമൽ ഫോംസ് ആണ്. അതിലെ ഡെസിമൽ മെത്തേഡ്സിലെ 78ാമത്തെ പേജാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കാം. ദ പെരിമീറ്റർ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 12.9 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്? അപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 12.9 ആണ്. ഇക്വിലാറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാ സൈഡും, അതായത് ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ് ഉണ്ടാവുക. അതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്? അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 3 ഇൻറ്റു സൈഡാണ്. അപ്പോൾ പെരിമീറ്റർ കാണാൻ നമ്മൾ സൈഡ് കാണാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പെരിമീറ്റർ ബൈ 3 ആണ് അല്ലേ? പെരിമീറ്ററിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഒരു സൈഡിൻ്റെ നീളം കാണാൻ പറ്റും. ഓക്കെ, അതാണ് നമുക്ക് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 12.9 ഡിവൈഡഡ് ബൈ 3 ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ് 12.9 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പോൾ നമ്മൾ 12.9 ഡിവൈഡഡ് ബൈ 3 നമ്മൾ 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഒരു ഇതിന് നമ്മൾ ഇൻറ്റു ചെയ്യണമെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഡിവിഷന് പകരം നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 12.9 ഇൻറ്റു 3 എന്ന് പറയുന്നത് 3/1 ആണ്. ഓക്കെ, അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1/3 ആണ്. അപ്പോൾ 12.9 ഇൻറ്റു 1/3 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 12.9 ഇൻറ്റു 1/3. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12.9 എന്ന് പറയുന്നത് നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പോൾ 129/10 അല്ലേ? 129/10 ഇൻറ്റു 1/3 അതാണ് ഇവിടെ കാണുന്നത്. 129/10 ഇൻറ്റു 1/3. നമ്മൾ ഇതിനെ എങ്ങനെ സൊല്യൂഷൻ കാണും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് 2 സംഭവങ്ങളാണുള്ളത്. 129 ഡിവൈഡഡ് ബൈ 3 അല്ലേ? 129 ഡിവൈഡഡ് ബൈ 3. ഇവിടെ 129ലും 3ലും കോമൺ ആയിട്ട് പോകുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 129ലും 3ലും 3 തന്നെ ഉള്ളു പോകുക. അപ്പോൾ 129ൽ എന്താ 3 പോകുമെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾസ് ആണോ നോക്കാൻ നമ്മളൊരു എളുപ്പ മാർഗം 129 ആണല്ലോ. അപ്പോൾ 1 + 2 + 9. അപ്പോൾ 3 + 9 12 എന്ന് പറയുന്നത് 3ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പോൾ ഈ 129 3ൽ പോകുന്നു നമുക്ക് മനസ്സിലാക്കാം. അതൊരു ഈസി ട്രിക്കാണ്. അപ്പോൾ നമുക്ക് 3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആ 3 മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ 129 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമ്മൾ 12 4 ടൈംസ് 9 3 ടൈംസ് 43 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ശ്രദ്ധിക്കാം. 2ൽ നിന്നും കോമൺ ആയിട്ട് 3 നമ്മൾ എടുത്തു. ഓക്കെ, 2ൽ നിന്നും കോമൺ ആയിട്ട് 3 എടുത്തു. 3/3. ഓക്കെ, ഇനി നമ്മൾ 129ൽ എത്ര പ്രാവശ്യം 3 പോകും? അത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 43 അല്ലേ? ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ 10 ആണ് ഉള്ളത്. ഓക്കെ, സെറ്റാണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3യും 3യും നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് 43/10 ആണ് ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ 4.3 നമുക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം നമ്മൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള നമ്പർ എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത കണക്കും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, 16.5 kilograms ഓഫ് റൈസ് വാസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 5 പീപ്പിൾ. ഹൗ മെനി കിലോഗ്രാം ഡിഡ് ഈച്ച് ഗെറ്റ്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നതല്ലേ? മൾട്ടിപ്ലിക്കേഷൻ അല്ല, സോറി, ഡിവിഷൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് 16.5 കിലോഗ്രാം റൈസ് ഉണ്ട്. അത് 5 പീപ്പിളിനാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ഡിവിഷനാണ്. 16.5 ഡിവൈഡഡ് ബൈ 5 ആണ് ഇവിടെ നമുക്ക് വരുന്നത്. നമുക്കത് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. 16.5 ഡിവൈഡഡ് ബൈ 5, അത് നമുക്ക് 16.5 ഇൻറ്റു 1/5. ഡിവിഷൻ ഉള്ളത് നമുക്ക് എന്താക്കാം? റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻറ്റു ചെയ്യാം. അതുകൊണ്ടാണ് ഇത് 16.5 ഇൻറ്റു 1/5 വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്തു? 16.5നെ നമ്മൾ ഫ്രാക്ഷൻ രൂപത്തിൽ എഴുതി. അതെന്തായി? 165/10 ഇൻറ്റു 1/5.
ഇനി നമ്മളിവിടെ ചെയ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ 165ലും 5ലും കോമൺ ആയിട്ട് പോകുന്നത് ഏതാണെന്ന് കണ്ടുപിടിച്ചു. എന്താണ് 5 ആയതുകൊണ്ട് ഇവിടെ എന്താണ് 5 ആണ് അല്ലേ. അതായത് 165 ഇത് 5ൽ പോകുമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഈ വൺസിൻ്റെ പ്ലേസിൽ 0യോ 5ഓ തന്നാൽ 5ഓ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് 5ൽ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 165/10 ഇൻറ്റു 1/5. ഇവിടെ 165ൽ എത്ര 5 ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ 3 15 ഇവിടെ ബാലൻസ് 1 15 3. അപ്പോൾ 33 ടൈംസ് ആണ്. അപ്പോൾ നമ്മൾ 33/10 ഇൻറ്റു 5/5. ഇവിടെ 5 കട്ട് ചെയ്തു. പിന്നെന്താ ഉള്ളത്? 33/10. അത് നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് എഴുതുമ്പോൾ 3.3 kg. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് a large vessel contains 25.2 liters of coconut oil. It was used to fill 6 small vessels in the same size. How much does each small vessel contain? ഇപ്പോൾ 25.2 ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ട്. അത് 6 സ്മോൾ വെസൽസിലേക്ക് നിറയ്ക്കണം. അപ്പോൾ എത്രയാണ് ഉള്ളതെന്ന് ഡിവിഷനാണ് ഇവിടെയും. ഓക്കെ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 25.2 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 25 എന്ന് പറയുമ്പോൾ 252/10 അല്ലേ, ഡിവൈഡഡ് ബൈ 6 ആണ്. അപ്പോൾ നമ്മൾ 252/10 ഇൻറ്റു 1/6 എഴുതും അല്ലേ, 1/6. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ കോമൺ ആയിട്ടുള്ളത് 6 ആണുള്ളതല്ലേ. 6 252ൽ എന്തായാലും ഇതിൽ 250ൽ പോകുന്നത് തന്നെ ആയിരിക്കും ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള സംഭവം ഒന്നും കൊടുക്കൂല. അപ്പോൾ 252ൽ 6 പോകും. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കുക. 252 ഡിവൈഡഡ് ബൈ 6. 6ൽ 6 4 24, 5 - 4 1 12. അപ്പോൾ ഇവിടെ എത്രയാണ്? 252ൽ 6 42 ടൈംസ് ആണ് പോകാമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ എന്താക്കി? 6നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. 42 252ൽ 42 അല്ലേ, 42 ടൈംസ് ആണ്. 42/10 ഇൻറ്റു 6/6. അപ്പോൾ 6ഉം 6ഉം കട്ട് ചെയ്തു. അപ്പോൾ 42 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 4.2. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 33.6 kilogram of rice divided equally among 8 people. Sujata divided what she got into 3 equal parts and gave 1 part to Razia. How much did Razia got? ഇവിടെ ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കാം. 33.6 കിലോഗ്രാം 33.6 കിലോഗ്രാം റൈസ് ഉണ്ട്. അത് 8 പീപ്പിളിന് 8 ആൾക്കാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ സുജാത ഡിവൈഡഡ് വാട്ട് ഷി ഗോട്ട് 3 ഈക്വൽ പാർട്സ്. അപ്പോൾ സുജാത എന്ത് ചെയ്തു? അവൾക്ക് ആ കിട്ടിയ 8ആയിട്ട് ഭാഗിച്ചെന്ന് കിട്ടിയത് 3 ഈക്വൽ പാർട്സിൽ ഒരു പാർട്ട് റസിയക്ക് കൊടുത്തു. ഓക്കെ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു നോക്കാം. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഓരോ ആൾക്കും കിട്ടിയത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 33.6 ഡിവൈഡഡ് ബൈ 8. ഇവിടെ 33/6 ഇൻറ്റു 1/8 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതൊക്കെ മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഡിവിഷൻ വന്നിട്ട് നമ്മൾ റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻറ്റു ആണ് ചെയ്യുക. ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 36/10 ഇൻറ്റു 1/8. ഓക്കെ. ഇനി നമുക്കിത് 8ൽ എന്തായാലും ഡിവിഷൻ ആക്കും. അപ്പോൾ നമുക്കത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. 336 ഡിവൈഡഡ് ബൈ 8. 3 - 2 16. 2 ഇൻറ്റു 8 16. അപ്പോൾ 42 ടൈംസ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 42/10 ഇൻറ്റു 8/8. അപ്പോൾ 8ഉം 8ഉം കട്ട് ചെയ്തു. അപ്പോൾ 42/10 ആണ് ഇവിടെ കിട്ടിയത്. അത് നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ 4.2 കിട്ടും. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എമൗണ്ട് ഓഫ് റസിയ റിസീവ്ഡ്. അപ്പോൾ ഈ 4.2 എല്ലാവർക്കും കിട്ടി. അതിൽ സുജാത എന്താക്കി? അവരത് 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ആ ഒരു ഭാഗമാണ് റസിയക്ക് കൊടുത്തത്. അപ്പോൾ എന്താണ്? 4.2 ഡിവൈഡഡ് ബൈ 3. 4.2 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 4.2 ഇൻറ്റു 1/3 അല്ലേ.
അപ്പോൾ 4.2നെ നമ്മൾ 42/10 ഇൻറ്റു 1/3 എന്ന് മാറ്റി എഴുതി. അതാണ് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് 42ൽ 3 എത്ര ടൈംസ് ആണെന്ന് നോക്കാം. അപ്പോൾ 1 3 അപ്പോൾ 14 ടൈംസ് ആണ്. അപ്പോൾ നമ്മൾ 14/10 ഇൻറ്റു 3/3. ഓക്കെ, അപ്പോൾ 3യും 3യും കട്ട് ചെയ്തു. 14/10. ഓക്കെ, ദാറ്റ് ഈസ് 1.4 kg. ഓക്കെ, അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ we have 7,407 divided by 6, that is 1,234.5. Use this result to find answers to the following questions without actual division. അപ്പോൾ നമ്മൾ ആക്ച്വൽ ഡിവിഷൻ ഒന്നും ചെയ്യാണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ നോക്കുക. 740.7 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ഇവിടെ എത്ര പോയിന്റ് ആണുള്ളത്? ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 740 പോയിന്റ്. അപ്പോൾ നമ്മുടെ ആൻസർ 1 2 3 4.5 ആണ്. ഇവിടെ നമ്മൾ നോക്കാം, ഇവിടെ 740.7 ആണ്. അപ്പോൾ നമുക്ക് ഒരൊറ്റ ഡെസിമൽ പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 1 2 3.45. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. 74.07. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 ഡോട്ടും മാറ്റി കുത്തണം. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? 12.345. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് 7.407 ഡിവൈഡഡ് ബൈ 6. ഇവിടെ എത്രയാണ്? 3 ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് 3 പോയിന്റ് മാറ്റി കുത്തണം. അപ്പം 1 2 3. അപ്പം 1.2345 അതാണ് മൂന്നാമത്തെ ആൻസർ. ഇനി അടുത്ത നോക്കൂ. 0.7407 ഡിവൈഡഡ് ബൈ 6. ഇവിടെ 4 ഡെസിമൽ പോയിന്റ് ഉണ്ട്. നമ്മുടെ ആൻസർ 1 2 3 4.5 ആണ്. അപ്പോൾ 4 ഡെസിമൽ പോയിന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 2 3 4 5 അല്ലേ? അപ്പോൾ നമ്മൾ 4 ഡെസിമൽ പോയിന്റ് ഇവിടെയാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. 0.1234 ഓക്കെ, 0 ഭംഗിക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളും. ഇവിടെ എത്ര ഡെസിമൽ പോയിന്റ്? 1 2. അപ്പോൾ ഇവിടെ 1 2 3 4 5 ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ 1 2 3 4. അപ്പോൾ 4 ആയിട്ടുള്ളൂ. അപ്പോൾ 5ന് ഒരു 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, 0.01234 അതാണ് ലാസ്റ്റിൻ്റെ ആൻസർ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. അത് ആൻസർ ആണത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് മുതൽ കാൽക്കുലേറ്റ് 5ൻ്റെ പ്ലേസിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യരുത്. നമ്മുടെ ഡെസിമൽ പോയിന്റ് നമ്മൾ കണക്കൂട്ടേണ്ടത് 4ൻ്റെ അപ്പുറത്തു നിന്നാണ്. അപ്പം ആദ്യത്തെ നോക്കൂ. 740.7 എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഡെസിമൽ പോയിന്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കണക്കൂട്ടേണ്ടത് 1 2 3.45 ആണ്. ഓക്കെ, അപ്പം മറ്റേ പോലെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 2 3 4.5 നമുക്ക് കിട്ടും. അപ്പോൾ അത് തെറ്റാണ്. ഇതാണ് ശരി. ഇനി അടുത്തത് 2 ഡെസിമൽ പ്ലേസ് എന്ന് പറയുമ്പം നമ്മൾ 12.345 ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് പേജ് നമ്പർ 80 ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.